തലമുടി എന്ത് ചെയ്തിട്ടും വളരില്ലാത്ത ആളുകളുണ്ടല്ലോ. താളി തെച്ചിട്ട് അയാൾ എന്ത് കാണിച്ചിട്ട് നമുക്ക് തലമുടി വളരുമില്ല, ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ നിങ്ങൾ അകത്തോട്ട് കഴിച്ച് നോക്കിയേ. അകത്തോട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ മുടി നല്ല കട്ട കറുപ്പോട് കൂടി നല്ല രീതിയിൽ മുടി വളരുകയും ചെയ്യും, മുടി കൊഴിച്ചിലും മാറും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ നമുക്ക് എള്ളെടുക്കാം കേട്ടോ. ഈ എള്ള് എന്ന് പറയുമ്പോൾ നമുക്ക് കറുത്ത എള്ളുണ്ടല്ലോ, കറുത്ത എള്ളോ വെളുത്ത എള്ളോ എടുക്കാം. അപ്പം ഈ എള്ള് നിങ്ങളൊരു 50 ഗ്രാമോളം വരുന്ന രീതിയിൽ എള്ളെടുക്കുക കേട്ടോ. ഈ എള്ളിൽ ഒരുപാട് അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പം അയൺ കണ്ടൻറ്റ് നമുക്ക് അയൺ കുറഞ്ഞാൽ നമുക്ക് മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ വരും. അപ്പം നമുക്ക് ശരീരത്തിൽ അയണുള്ള ഏറ്റവും നല്ലൊരു ഭക്ഷണത്തിലൊന്നാണ് ഈ കാണുന്ന എള്ളും ശർക്കരയും. ഇതിൽ അയണും ഉണ്ട്, അതുപോലെ തന്നെ ഈ എള്ളിൽ ഫോസ്ഫറസും ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടല്ലോ, ഇത് മെയിനായിട്ട് ഈ പ്രസവിച്ച് കിടക്കുന്ന പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇത് കഴിക്കുന്നത്, അന്നേരം ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ നല്ല രീതിയിൽ മുടി നല്ല കറുപ്പോടുകൂടി മുടി വളരുന്നത്. അപ്പം ഇതിങ്ങനെ നിങ്ങളൊന്ന് കഴിച്ച് നോക്കട്ടോ. അപ്പം ഉണ്ടല്ലോ, നമ്മൾ കുട്ടികൾക്കും കൊടുക്കാവേ. അപ്പം ഒരു 50 ഗ്രാമോളം വരുന്ന രീതിയിൽ എള്ളെടുക്കുക, അല്ലെങ്കിൽ 50-100 ഗ്രാം എടുക്കുക കേട്ടോ. എന്നിട്ട് 2-3 ചുക്കെന്ന് പറയുന്നത് നമ്മൾ ഇഞ്ചി ഉണങ്ങിയ ചുക്കില്ലേ അത്. അപ്പോൾ 2 ചെറിയ ചുക്കും അതുപോലെ തന്നെ ഒരു 100 ഗ്രാമോളോ അല്ലെ 50 ഗ്രാമോളോ വരുന്ന രീതിയിൽ എള്ളും എടുക്കാം. എന്നിട്ട് ഒരു ഒരു കട്ട് ശർക്കര എടുക്കുക. അപ്പം നിങ്ങൾ എടുക്കുന്നതിൻ്റെ എള്ളെടുക്കുന്നതിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾ ശർക്കര എടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഈ മൂന്നും കൂടി മിക്സിയുടെ ചാറിലൊക്കെ നന്നായിട്ട് പൊടിക്കണം. ഈ എള്ളെണ്ണ എന്ന് കേട്ടിട്ടില്ലേ, ഈ എള്ളിൽ എണ്ണയുണ്ട്. അപ്പോൾ ഈ എണ്ണ തെളിഞ്ഞ് നമുക്കിങ്ങനെ വരാവുന്ന രീതിയിൽ എള്ളും ശർക്കരയും ചുക്കും കൂടെ കൂടിയിട്ടിട്ട് നന്നായിട്ട് പൊടിക്കണം. എള്ളിനകത്ത് നല്ല രീതിയിൽ പൊടിഞ്ഞു വരണം. ഇത് നിങ്ങൾ രാവിലെയും വൈകുന്നേരമായിട്ട് 2 സ്പൂൺ വീതം അകത്തോട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ എത്ര മാറാത്ത മുടി കൊഴിച്ചിലും മാറും. ഇതിന് ശരീരപുഷ്ടിക്കൊക്കെ നിങ്ങളിതിങ്ങനെ വണ്ണം വെക്കാനൊക്കെ വെയിറ്റ് വെക്കാനൊക്കെയാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ, പിന്നെ പ്രത്യേകിച്ച് പ്രസവിച്ച് കിടക്കുന്ന അമ്മമാർക്കൊക്കെ മുലപ്പാൽ ഉണ്ടാവാനായിട്ടും ഇതിങ്ങനെ കഴിക്കാം. എങ്ങനെയാണെന്നറിയാമോ? ഈ എള്ളും നിങ്ങൾ ശർക്കരയും അതിൻ്റെ കൂട്ടത്തിൽ ഒരു കഷ്ണം ചുക്കും, പിന്നെ കടലയില്ലേ, കടല എന്ന് പറയുന്നത് നമ്മൾ ഈ നിലക്കടല, ഈ റോഡിനകത്ത് വഴിവകത്തൊക്കെ ഇങ്ങനെ കുമ്പിൾ കുത്തിയിട്ട് ഇങ്ങനെ ആളുകൾ വിൽക്കുന്ന ആ നിലക്കടലയില്ലേ, അത് തന്നെ. അപ്പോൾ അത് നിങ്ങളൊരു 1/2 കിലോ, നിങ്ങൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1/4 കിലോയോ 1/2 കിലോയോ കടല വാങ്ങിയിട്ട് ശർക്കര ഒരു കട്ട ശർക്കരയും ഒരു 100 ഗ്രാമോളം വരുന്ന രീതിയിൽ എള്ളും ഒരു കുഞ്ഞ് കഷ്ണം നമ്മുടെ ചുക്കും കൂടി ഈ 3-4 കൂട്ടം കൂടി ചേർത്ത് നന്നായിട്ട് പൊടിക്കണം. പൊടിച്ചിട്ട് ഒരു ചെറിയൊരു ബോക്സിലാക്കി വെളിയിൽ വയ്ക്കാം, അതല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് സ്റ്റോർ ചെയ്യാം. എന്നിട്ട് അത് നിങ്ങളൊരു 1-2 സ്പൂൺ വീതം പ്രസവിച്ചെടുക്കുന്ന അമ്മമാരാണ് കഴിക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ മുലപ്പാൽ വരും, ശരീരപുഷ്ടിക്ക് നല്ലതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മൾ കുട്ടികളിലേക്ക് ചെല്ലുന്നത്, കുട്ടികൾക്കും ശരീരപുഷ്ടിക്ക് ഉണ്ടാവാനായിട്ട് നല്ലതാണ്. പിന്നെ പീരീഡ്സ് ടൈമിൽ വയറുവേദന ഉള്ള കുട്ടികൾ ഇതിങ്ങനെ ഉണ്ടാക്കി വയ്ക്കുക, എള്ളും ശർക്കര ചുക്കും കൂടി പൊടിച്ച് വയ്ക്കുക. എന്നിട്ട് ഇതിങ്ങനെ നിങ്ങളെന്തെങ്കിലും ക്ലാസ്സിലേക്ക് സ്കൂളിലൊക്കെ പോകുമ്പം ഇങ്ങനെ ഒരു ചെറിയ ബോക്സിലാക്കി കൊണ്ടുവെക്കോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വയറുവേദനയൊക്കെ വരുന്ന ടൈമിൽ കയ്യിൽ കുറച്ചൊക്കെ എടുത്തിട്ട് കഴിച്ചാൽ മതി.